ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ഇംഗ്ലണ്ടിലോട്ടുള്ള ഏകദിന പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ തകർപ്പൻ ജയം നേടിയിരിക്കുകയാണല്ലോ ടീം ഇന്ത്യ. അതോടുകൂടി 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ലീഡ് ചെയ്യാനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. 68 പന്ത് ബാക്കി നിൽക്കെ 4 വിക്കറ്റായിരുന്നു ഒന്നാം ഏകദിനത്തിൽ നാഗ്പൂരിൽ ടീം ഇന്ത്യയുടെ തകർപ്പൻ വിജയം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത് ഇംഗ്ലണ്ടിന് 148 റൺസിൽ ഒതുക്കി ഇന്ത്യ അനായാസം വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. സോ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച ഒരു താരമാണ് ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റർ ശ്രേയസ് അയ്യർ. വിരാട് കോഹ്ലിക്ക് മത്സരത്തലേന്നുണ്ടായ ചെറിയൊരു പരിക്കിനെ തുടർന്നാണ് ശ്രേയസ് അയ്യർ വളരെ അപ്രതീക്ഷിതമായി ഇന്ത്യയുടെ ഒന്നാം ഏകദിനത്തിലെ പ്ലേയിങ് 11ലേക്ക് എത്തിയത്. 2021 ഏകദിന വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ആ ഒരു ഫൈനൽ പ്രവേശനത്തിൽ നിർണായക പങ്കുവച്ച ഒരു പ്ലെയറുമായിരുന്നു ശ്രേയസ് അയ്യർ. എന്നാൽ BCCIയുടെ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട താരം ഒരു മികച്ച തിരിച്ചുവരവ് തന്നെയാണ് ഒന്നാം ഏകദിനത്തിലൂടെ നടത്തിയിട്ടുള്ളത്. സോ ഒന്നാം ഏകദിനത്തിൽ തകർപ്പൻ പ്രകടനത്തോടു കൂടി ഒരു ചരിത്ര നേട്ടത്തിൽ അല്ലെങ്കിൽ ഒരു റെക്കോർഡിലേക്ക് ഇപ്പോൾ ഇന്ത്യയുടെ ബാറ്റർ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഒന്നാം ഏകദിനത്തിൽ 36 പന്തുകളിൽ നിന്ന് 59 റൺസ് എടുത്താണ് ശ്രേയസ് അയ്യർ പുറത്തായത്. 9 ഫോറും 2 സിക്സും ഉൾപ്പെടെ ഒരു മികച്ച ഇന്നിങ്സ് തന്നെയായിരുന്നു അദ്ദേഹം 100-ന് മുകളിൽ 150-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ അന്ന് നേടിയെടുത്തതും. സോ ആ ഒരു പ്രകടനത്തോടു കൂടി ഒരു റെക്കോർഡിലേക്ക് ഇപ്പോൾ ശ്രേയസ് അയ്യർ എത്തിയിരിക്കുകയാണ്. 4ാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ, അതായത് 4ാമനായി ബാറ്റിങ്ങിന് ഇറങ്ങി 50-ന് മുകളിൽ ആവറേജും 100-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റും ഉൾപ്പെടെ 1000 റൺസ് ഏകദിനത്തിൽ തികയ്ക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡിലേക്ക് ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റർ ശ്രേയസ് അയ്യർ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. 4ാം നമ്പറിൽ ബാറ്റിങ്ങിന് ഇറങ്ങി 50-ന് മുകളിൽ ആവറേജും അതോടൊപ്പം തന്നെ 100-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഏകദിനത്തിൽ 1000 റൺസ് തികയ്ക്കുന്ന ആദ്യ ബാറ്ററായി മാറിയിരിക്കുകയാണ് ശ്രേയസ് അയ്യർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം നമ്മൾ കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിലും കണ്ടിരുന്നു. ഇന്ത്യയുടെ ആ ഒരു ഫൈനൽ പ്രവേശനത്തിൽ നിർണായക പങ്കുവഹിച്ച താരം തന്നെയായിരുന്നു ശ്രേയസ് അയ്യർ. അന്ന് 530 റൺസ് നേടിയെടുത്തുകൊണ്ട് ആ ഒരു ടൂർണമെൻറ്റിലെ 7ാമത്തെ ഹയസ്റ്റ് റൺ സ്കോറുമായിരുന്നു ശ്രേയസ് അയ്യർ. സോ ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യയുടെ ആ ഒരു വിജയത്തിൽ നിർണായക പങ്കും താരം വഹിച്ചിട്ടുണ്ടായിരുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.